ഹലോ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം അങ്ങനെ നമ്മുടെ 2024 വർഷം കഴിയാനിതാ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പം സമയം ഇതാ 1:30 കഴിഞ്ഞു. അപ്പം എൻ്റെ ഈ 2024 എന്നുള്ളൊരു ജേണി അതെങ്ങനെയായിരുന്നു, അതെങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എന്തായാലും തമിഴ്നാട്ടിൽ കണ്ടിട്ട് വന്നവരല്ലേ എല്ലാവരും. അപ്പം വീഡിയോയ്ക്ക് കിടക്കുന്ന മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി അമർത്ത്, എന്നാലേ ഞാൻ എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നാൽ വീഡിയോയ്ക്ക് പോകാം. ഞാൻ പറഞ്ഞത് എൻ്റെ 2024 വർഷം എങ്ങനത്തെയാണ്, ആ ഒരു ന്യൂ ഇയർ തുടങ്ങിയിട്ടുള്ള ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് ചുരുക്കി പരമാവധി ചുരുക്കി പറഞ്ഞതാണ്. അതിൽ വിട്ടുപോയതൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം 2024 തുടങ്ങിയത്, കഴിഞ്ഞ വർഷം എന്നൊക്കെ പറയാമല്ലോ, എന്നൊരു സമയമായല്ലോ, വേണ്ട. നമ്മളെ ഈ വർഷത്തെ 2024 തുടങ്ങിയ എൻ്റെ ദിവസം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴത്തെ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, അതാണ് ഒന്നാമത്തെ സന്തോഷം. പിന്നെ ഞങ്ങളെ വീട് വെച്ചു, വീട്ടിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്, അത് രണ്ടാമത്തെ സന്തോഷം. പിന്നെന്താ, പിന്നെ അതിനിടയ്ക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് ഓരോരോ മാസം ഓരോരോ നമ്മളിപ്പം സന്തോഷങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടും അങ്ങനെയൊക്കെ വന്നാണ്. അപ്പം ഫസ്റ്റത്തെ മാസം, അത് ജനുവരി മാസം ഉണ്ടായത് എന്നുള്ള പറയുകയാണെങ്കിൽ, എന്താ ഞാൻ ഇൻസ്റ്റയിലാണ് ആദ്യമായിട്ട് അങ്ങനെ നമ്മളൊരു വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരു വീഡിയോ ഇട്ടത്, ജസ്റ്റ് വെറുതെ. അതൊരു 3-4 ദിവസം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയി. പിന്നെ അതിനെക്കുറിച്ചൊന്നുമില്ല, അത് ഞാൻ വെറുതെ ജസ്റ്റ് ഇട്ടെന്നുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞെന്നാൽ യൂട്യൂബ് തുടങ്ങിക്കൂടെ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ യൂട്യൂബ് തുടങ്ങിയത് മെയ് മാസം, ഏപ്രിൽ മെയ് എന്നൊക്കെ ആകുമ്പോൾ ആ സമയത്താണ് തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഉള്ളൊരിതെന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഡിസംബർ 19 അങ്ങനെ ഒന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, എൻ്റെ ഓപ്പറേഷൻ ചെയ്ത പാട് ഓപ്പറേഷൻ കഴിഞ്ഞത്. അപ്പം ഇത് TB ആണെന്ന് അറിഞ്ഞത് നമ്മളെ ഈ ഒരു ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്താണ് അത്. പിന്നെ നമ്മൾ ഉണ്ടായ ഒരു ഇതെന്ന് പറയുന്നത്, ഞാൻ അങ്ങനെ ഓരോ അനുഭവമായിട്ടോ പറയണത്, ഓരോ സംഭവങ്ങളായിട്ട് പറയണത്. വേറെ ഒന്നുമില്ല, ഓരോ മാസം ഉണ്ടായത് എൻ്റെ ഓർമ്മയിലെടുത്ത് പറയുന്നു എന്ന് മാത്രം, വേറെ ഒരു ഇതില്ല കേട്ടോ. മാസത്തെ ഓരോ ഇത്. പിന്നെ ഞങ്ങൾക്ക് ഉണ്ടായൊരു മാർച്ച് മാസം തന്നെ നമ്മളവിടുത്തെ വേല, അതും അടിപൊളിയായിരുന്നു. ആദ്യമായിട്ട് അമ്മയൊക്കെ വന്നിട്ട്, നവ്യ പിന്നെ വന്നതാണ്, ഉണ്ണിയമ്മാർ വന്നത്, അച്ഛൻ ഇതുവരെയായിട്ടും ഇവിടുത്തെ വേല കണ്ടിട്ടില്ല. അമ്മയും നവ്യയും പിള്ളേരും പിന്നെ പാപ്പൻ്റെ മക്കളും അനിയനോരൊക്കെ വന്നിട്ട് എല്ലാവരും കൂടിയുള്ള ഒരു അടിപൊളി വേലയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷം പോയത്. പിന്നെ നമ്മൾ വിഷുക്ക് വല്ലാണ്ട് കുഴപ്പമില്ലാതെ പോയി. വിഷു എന്ന് നമ്മളിവിടുത്തെ വീട് പണിയൊക്കെ ആയിരുന്നു. വീട് പണി നമ്മളെന്ത് തുടങ്ങണം, എന്താ പറയുക, നമ്മൾ മുകളിലത്തെ വർക്ക് തന്നെ സുധേട്ടന് മുകളിലത്തെ ഓടിൻ്റെ വർക്കും തുടങ്ങിയാണ്. പിന്നെ അതുകൂടാതെ ഇവിടെ തേപ്പും തുടങ്ങിയ സമയമായിരുന്നു ആ ഒരു ഏപ്രിൽ മാസം എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ മെയ് മാസമാണ് ഞാൻ വീഡിയോയിലേക്കായിട്ട് ഇറങ്ങിയത്, അങ്ങനെ വേണം പറയാൻ. മെയ് മാസമാണ്. ഏപ്രിലിൽ ഞാൻ ഷോർട്സൊക്കെ ഇട്ടുന്നുള്ളൂ, പക്ഷെ മെയിനായിട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതും നമുക്ക് മോണിറ്റൈസേഷൻ, പിന്നെ എന്താ പറയുക, യൂട്യൂബും കാര്യങ്ങളൊക്കെ ഇതായത് മെയിനായിട്ട് മെയിലാണ്. അതുകൂടാതെ മെയിലാണ് നമ്മൾ അമ്മൂമ്മൻ്റെ അവിടുത്തെ, ഞാൻ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം, 7 കൊല്ലങ്ങൾക്ക് ശേഷമൊക്കെ അമ്മൂമ്മൻ്റെ അവിടുത്തെ ഉത്സവത്തിന് പോയത്, സുധേട്ടനെ കൂട്ടി. അതിന് മുന്നേ ഒരു പ്രാവശ്യം പോയതാണ് സുധേട്ടനെ കൂട്ടി, പക്ഷേ ഉത്സവത്തിനല്ല എന്നുള്ളൂ, ജസ്റ്റ് അവിടെ പോയിരുന്നുള്ളൂ. അപ്പോൾ മെയ് മാസം അങ്ങനെ ഉത്സവത്തിന് പോയി. പിന്നെ ജൂണിൽ സാധാരണ അങ്ങനെ നമ്മളെ വീട് പണിയായിട്ടും പിന്നെ ടൈല് നോക്കാൻ പോയിട്ടും അങ്ങനെ പോയി ജൂൺ മാസം. അതേപോലെ തന്നെ ജൂലൈയിലും അങ്ങനെ പോയി. പിന്നെ ആഗസ്റ്റ് മാസം നമ്മളെ ആനിവേഴ്സറി നമ്മൾ ആ വീട്ടിലത്തെ നമ്മുടെ തറവാട്ടിൽ നിന്ന് ആനിവേഴ്സറി അങ്ങനെ കൂടി. ഞാനിതൊക്കെ ഒരു ചെറിയൊരു പോർഷനായിട്ടാണ് പറയണേ, മൊത്തത്തിൽ എന്താ ഉണ്ടായെന്ന് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. എല്ലാവരും വിചാരിക്കും ഇവളെന്തെങ്ങനെ വന്ന് പറയണമെന്നൊക്കെ വിചാരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് പറയുന്നുള്ളൂ എൻ്റെ 2024 എങ്ങനെയായിരുന്നു എന്നുള്ളത്. അങ്ങനെ പിന്നെ ആഗസ്റ്റ് നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി, പിന്നെ കണ്ണൻ്റെ ബർത്ത്ഡേ, കണ്ണൻ്റെ ബർത്ത്ഡേ ആ സമയത്തല്ലായിരുന്നു, ഡേറ്റ് ഓഫ് ബർത്ത് ആ സമയത്തായിരുന്നു. കണ്ണൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആഗസ്റ്റ് 20, ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി 27.
അത് നമ്മൾ ചെറുതായിട്ട് നമ്മൾ അന്ന് വെഡിങ് ആനിവേഴ്സറി അമ്പലത്തിൽ പോയിട്ടൊക്കെ ഇതാക്കിയത്. പിന്നെ സെപ്റ്റംബറിലാണ് നമ്മൾ പാല് കാച്ചിയത് ഓണത്തിൻ്റെ സമയത്ത്. അന്ന് സെപ്റ്റംബറിൽ ഓണം, നമ്മൾ പാല് കാച്ചൽ, ഇവിടുത്തെ ഫങ്ഷന് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഒക്ടോബറിൽ എൻ്റെ വീഡിയോ ഒക്ടോബറിലാണ് നമുക്ക് ആദ്യത്തെ സാലറി ഇതായിട്ട് പറഞ്ഞിട്ട് മെസ്സേജ് തന്നതെന്ന് വെച്ചാൽ നമ്മൾ $100 തേക്കെന്ന് പറഞ്ഞിട്ട്. പിന്നെ നവംബറിലാണ് സാലറി കഴിയുമ്പോൾ കിട്ടിയത്. പിന്നെ ഡിസംബർ, ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയണതും ഒന്ന് ഉണ്ണി ഗൾഫിൽ പോയി. അത് പിന്നെ നാളെ മുതൽ പുതിയ ദിവസം ഉണ്ടാവുകയാണ്. അപ്പം ഈ വർഷത്തെ ലാസ്റ്റ് നൈറ്റാണ്. അപ്പം ലാസ്റ്റത്തെ ഒരു വീഡിയോ, ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ, എൻ്റെ ലാസ്റ്റ് വീഡിയോ എന്നല്ല കേട്ടോ, ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ കൂടിയാണിത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ചുമ്മാ ഒന്ന് ഓടിച്ച് പറഞ്ഞ് വിട്ടു പോയതാണ്. എന്തൊക്കെ ഓരോ മാസത്തിൻ്റെ ഓർമ്മയിലുള്ളത് പറഞ്ഞു പോയിരുന്നുള്ളൂ. പിന്നെന്തൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്. അപ്പം ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ 2024 എങ്ങനെ ഉണ്ടെന്നുള്ളത്. പറയുകയാണെങ്കിൽ കുറേയാണ് പറയേണ്ടത്. ഞാൻ ചുരുക്കി ഞാൻ വന്നില്ല, പരമാവധി ഞാൻ ചുരുക്കിയിട്ട് പറഞ്ഞത്. വെറും 5-6 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഓക്കെ, ഇനി നാളെ നമുക്ക് ന്യൂ ഇയറിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒരു 6 മണി 7 മണിയാകുമ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടുവരിക. അതിന് മുന്നേ ആയിരിക്കും ഈ ഒരു വീഡിയോ ഇറങ്ങുക. അപ്പോൾ നോക്കെ, എല്ലാവർക്കും ഒന്ന് ഫസ്റ്റായിട്ട്, അതായത് ആദ്യമായിട്ട് ഹാപ്പി ന്യൂ ഇയർ. നോക്കെ, ബൈ.